യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. യെരുശലേമിലുണ്ടായിരുന്ന ഒരു കുളവും അതിനെ ചുറ്റിപ്പറ്റി ജീവിച്ച കുറേ മനുഷ്യരുമാണ് ഈ വേദഭാഗത്തെ പ്രതിപാദ്യ വിഷയം. ആ കുളത്തിൻ്റെ പേര് ബെഥസ്ദ എന്നായിരുന്നു. ബെഥസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഗ്രേസ്, കൃപയുടെ ഭവനം. ഒന്ന് പറഞ്ഞേ, കൃപയുടെ ഭവനം. അപ്പം കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ദാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അനേകർക്ക് അർഹിക്കാത്ത ദാനമായിട്ട് സൗഖ്യം ലഭിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ബെഥസ്ദ എന്ന ഈ കുളം. ഈ കുളത്തിൻ്റെ പ്രത്യേകത നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിന് 5 മണ്ഡപങ്ങളുണ്ട്. ഓരോ മണ്ഡപങ്ങളിലും പല വിധത്തിലുള്ള രോഗികളും അവരെ സഹായിക്കുന്നവരും താമസിച്ചിരുന്നു. വ്യാധിക്കാരുണ്ട്, കുരുടരുണ്ട്, മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്. ഇങ്ങനെ വലിയൊരു കൂട്ടം ആ മണ്ഡപത്തിൽ താമസിച്ചിരുന്നു. എന്തിനാണ് അവരവിടെ കാത്തു കിടന്നതെന്ന് നമ്മൾ വായിച്ചു. ചില പ്രത്യേക സമയത്ത് ഒരു ദൂതൻ വന്ന് ആ കുളത്തിലെ വെള്ളം കലക്കും. കുളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ എന്ത് അസുഖമുള്ളവനായാലും സൗഖ്യം വരും. ഇതറിയാവുന്ന പല മാറാരോഗികളും നാളുകളായിട്ട് ഈ ബെഥസ്ദ കുളത്തിന് ചുറ്റും താമസിക്കുകയാണ്. പ്രതീക്ഷയോടെ വിടുതലിനായിട്ട് കാത്ത് എന്നെങ്കിലും എനിക്ക് ഈ രക്ഷ കിട്ടുമെന്ന് കാത്തുകൊണ്ട് അവിടെ പലരും കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് ആദാമിനെയും ഹവ്വയെയും ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ താൻ നടത്തുവാനായിട്ട് പോകുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ച് ദൈവം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹവ്വായെ ഉപായത്തിൽ ചതിച്ച പാമ്പിനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 3:15, ഞാൻ നിനക്കും നിൻ്റെ സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അന്ന് മുതൽ മനുഷ്യനൊരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ബെഥസ്ദ കുളത്തിൻ്റെ 5 മണ്ഡപങ്ങളിലായി കിടന്ന വ്യാധിക്കാരെ പോലെ തന്നെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ കിടന്ന മനുഷ്യൻ തീർത്തും നിസ്സഹായരായിരുന്നു. റോമർ 3:23 പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. ഇങ്ങനെ ദൈവ തേജസ് ഇല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് യേശു എന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ആപത്തിൽ നിന്ന് വിടുവിക്കുക എന്നാണ് രക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, പാപത്തിൻ്റെ അടിമയായിരുന്ന മനുഷ്യന് പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല, വേറെ തിരഞ്ഞെടുപ്പുകളൊന്നുമില്ല. നിത്യ നരകമായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ വിധി. എന്നാൽ അതിൽ നിന്ന് അതിനെ നിത്യമായിട്ട് രക്ഷിക്കുവാനായിട്ട്, അവനെ നിത്യമായിട്ട് രക്ഷിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായത്. രക്ഷ എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, ദാറ്റ് സമ്മൺ നീഡ്സ് ടു ബി സേവ്ഡ്. ദാറ്റ് സമ്മൺ നീഡ്സ് ടു ബി സേവ്ഡ്. ആർക്കോ രക്ഷ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട ഒരു രോഗിക്കാണ് വൈദ്യനെ ആവശ്യം. ഒരു കേസിലകപ്പെട്ട വ്യക്തിക്ക് ഒരു നല്ല അഡ്വക്കേറ്റിനെ ആവശ്യമുണ്ട്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് തന്നെ രക്ഷിക്കുവാനായിട്ടൊരു ലൈഫ് ഗാർഡിൻ്റെ ആവശ്യമുണ്ട്. ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ് ഒരു രക്ഷകനെ ആവശ്യം. ഹീ നീഡ്സ് ടു ബി സേവ്ഡ്. രണ്ടാമത്, ദാറ്റ് സമ്മൺ ഈസ് ഏബിൾ ആൻഡ് വില്ലിംഗ് ടു സേവ്. ദാറ്റ് സമ്മൺ ഈസ് വില്ലിംഗ് ആൻഡ് ഏബിൾ ടു സേവ്. രക്ഷിക്കുന്ന ആൾക്ക് അതിന് മനസ്സുണ്ടാവണം, അതിന് കഴിവും വേണം ആ വ്യക്തിക്ക്. ഒരു രോഗിയെ രക്ഷിക്കുവാനായിട്ട് ഡോക്ടർക്ക് മനസ്സ് വേണം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിയുമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, 3 വയസ്സിൽ ഞാൻ മരിച്ചു പോകേണ്ട അവസ്ഥ വന്നു.
എല്ലാവരും കൂടി വീട്ടിലെല്ലാവരും വന്നു കൂടി, എല്ലാവരും കരഞ്ഞു. അപ്പച്ചനും അമ്മച്ചും എല്ലാവരും കരച്ചിലാണ്. ഈ തൃപ്പൂണിത്തുറയിൽ ഒരു ഡോക്ടർ ജയറാം ജീവിച്ചിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ആ ജയറാം എൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ്. ആ ഡോക്ടർ ജയറാം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രാത്രി എൻ്റെ അടുക്കൽ വന്നിരുന്നു. അമ്മച്ചി പറഞ്ഞതിങ്ങനെയാണ്, കോട്ടുരാൻ്റെ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെ, അവൻ്റെ കണ്ണ് തെളിയുന്നത് വരെ ഞാൻ അവൻ്റെ അടുക്കൽ ഇരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ രാവിലെ വരെ ഇരുന്ന് അദ്ദേഹം ഹോമിയോ മരുന്ന് എനിക്ക് തന്നുകൊണ്ടിരുന്നു. അമ്മച്ചി പറഞ്ഞു, ഉദയംപേരിലൊരു കുഞ്ഞപ്പൻ ചേട്ടനുണ്ടായിരുന്നു. ആ കുഞ്ഞപ്പൻ ചേട്ടൻ്റെ മടിയിലാണ് എന്നെ കിടത്തിയിരുന്നത്. ആ കുഞ്ഞപ്പൻ ചേട്ടൻ മരിച്ചുപോയി. രാവിലെ വരെ കുഞ്ഞപ്പൻ ചേട്ടൻ്റെ മടിയിൽ ഞാൻ കിടന്നതുകൊണ്ട് എൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ ചേട്ടന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ കാല് മരവിച്ചു പോയി എന്ന് പറയുവാനായിട്ടിടയായി. ഞാൻ പറയാൻ വന്നതാണ്, മനസ്സ് മാത്രം പോരാ, ചികിത്സിക്കാനും അറിയുന്ന ഒരു ഡോക്ടറായിരിക്കണം. എന്നാൽ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ട കർത്താവ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ പേര് ചൊല്ലി വിളിച്ച കർത്താവിൻ്റെ കരമുണ്ടായിരുന്നതുകൊണ്ട് ഇത്ര വർഷം ജീവിക്കുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ മനസ്സുണ്ടായാൽ പോരാ. ഒരാൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കരയിൽ നിന്നിട്ട് ഒരുത്തം പറയുക, ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു ബുക്കുണ്ട്, എങ്ങനെ നീന്തൽ പഠിക്കാം, ആ പുസ്തകം ഞാൻ എറിഞ്ഞു തരാം, വേഗം വായിച്ചിട്ട് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോണവന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വേറൊരുത്തം പറയോ, കൈ ഇങ്ങനെ അടിക്കണം, വലത്തെ കൈ ഇങ്ങനെ അടിക്കണം, കാലുകൊണ്ട് ഇങ്ങനെ അടിക്കണം എന്ന് പറഞ്ഞാൽ ഒരുത്തരം രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. ഞാനൊക്കെ വെള്ളത്തിലെങ്ങാൻ പോയാൽ സ്വർഗത്തിലെ ദൈവം പൊക്കിയാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ, കാരണം എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്നത്, ആ മുങ്ങിപ്പോകുന്ന ഒരുത്തനെ രക്ഷിക്കുവാനായിട്ട് നീന്തൽ അറിയുവാനും അവനെ രക്ഷപ്പെടുത്തുവാനും മനസ്സും കഴിവുമുള്ള ഒരുത്തൻ ഇറങ്ങിയാലേ ആ മുങ്ങിപ്പോയ ഒരുത്തനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലെ മനുഷ്യനെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. കാരണം ഹീസ് ഏബിൾ ടു സേവ്. യേശുവിന് രക്ഷിക്കുവാൻ കഴിയും. എബ്രായർ 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവർ പ്രാപ്തനാകുന്നു. അപ്പോൾ യേശുവിന് രക്ഷിപ്പാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിന് അവന് പൂർണ്ണ മനസ്സുമുണ്ട്. ഹി ഈസ് വില്ലിംഗ് ടു സേവ്. 2 പത്രോസ് 3:9 പറയുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ യേശുവിനെ രക്ഷിക്കുവാൻ കഴിയും, യേശുവിന് അതിനുള്ള മനസ്സുണ്ട്. മത്തായി 1:21 മറിയയ്ക്ക് വിവാഹ നിശ്ചയം ചിരുന്ന യോസഫിനോട് ദൂതൻ സംസാരിക്കുന്നത് കാണാം. അവർ കൂടി വരും മുമ്പേ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അതുകൊണ്ട് ഒതുക്കത്തിൽ ആരും അറിയാതെ മറിയയെ ഉപേക്ഷിപ്പാൻ യോസഫ് തീരുമാനിച്ചു. വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഒതുക്കത്തിൽ ആരും അറിയാതെ യോസഫ് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൂതൻ അവനോട് സംസാരിച്ച കാര്യമാണ് ഞാൻ പറയാനായിട്ട് വരുന്നത്. ഇവിടെ വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യോസഫ് തീരുമാനിക്കുകയാണ് ഉപേക്ഷിക്കുവാനായിട്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്താ പ്രിയപ്പെട്ടവരെ, പറഞ്ഞ പൈസ കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചു, ഭർത്താവിൻ്റെ കൂർക്കം വലി സഹിക്കാൻ വയ്യാതെ ഭാര്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തു. ചിലർ കൂർക്കം വലിച്ച് അടുത്ത് കിടക്കണവൻ മൂക്കിൻ്റെ അകത്തോട്ട് പോകും, അത് ശരിയാണ്. പക്ഷേ ഡിവോഴ്സിനുള്ളൊരു കാരണമായിട്ട് പറഞ്ഞത് പത്രത്തിൽ വന്നത് ഭർത്താവിൻ്റെ കൂർക്കം വലി കാരണം ഭാര്യ ഉപേക്ഷിച്ചു. ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ദൂതൻ അവനോട് സംസാരിച്ചു. ജോസഫ് മറിയെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൂതൻ അവനോട് സംസാരിച്ചു. കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ സ്ത്രീയുടെ സന്തതിയായി പിശാചിൻ്റെ തല തകർത്ത് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ യേശു ഈ ഭൂമിയിലേക്ക്
വന്നു. ഈ യേശു ഒരു ദിവസം കൃപയുടെ ഭവനം എന്ന് അറിയപ്പെടുന്ന ബെഥേസ്ദ കുളത്തിൻ്റെ അടുത്തേക്ക് 5 മണ്ഡപങ്ങളിലായി സൗഖ്യം കാത്തുകിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തി. അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ 5:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 38 വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ബെഥേസ്ദ കുളത്തിലെ ഒരു മണ്ഡപത്തിൽ യേശു കണ്ട വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: 38 വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ. 38 വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1-2 ദിവസമോ 1-2 ആഴ്ചകളോ 1-2 വർഷമോ അല്ല, 38 വർഷങ്ങൾ. യേശുവിന് 30 വയസ്സ് കഴിഞ്ഞാണ് പൊതു ശുശ്രൂഷയ്ക്ക് യേശു കർത്താവ് ഇറങ്ങുന്നത്. പബ്ലിക് മിനിസ്ട്രിക്ക് യേശു ഇറങ്ങുന്നത് 30 വയസ്സ് കഴിയുമ്പോഴാണ്. അതായത് യേശു ജനിക്കുന്നതിന് മുമ്പ് രോഗിയായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ മനുഷ്യൻ്റെ രോഗം എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഈ മനുഷ്യന് എന്തോ വലിയൊരു രോഗം ഉണ്ടായിരുന്നു. 38 വർഷം അവനെ രോഗിയാക്കി കിടത്തിയ ഏതോ ഒരു രോഗം. എന്തായാലും അവന് വേഗത്തിൽ നടക്കുവാൻ സാധിക്കില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഈ രോഗം ബാധിച്ചപ്പോൾ തീർച്ചയായും ഈ രോഗം ചികിത്സിച്ച് മാറ്റുവാനായിട്ട് ഈ മനുഷ്യനും അവൻ്റെ വീട്ടുകാരും എല്ലാം ആവുന്നത് ശ്രമിച്ചു കാണും. പൈസ ചെലവാക്കി പല വൈദ്യന്മാരുടെയും അടുക്കൽ മാറി മാറി പോയി കാണും. മരുന്നുകൾ കുറേ ചെയ്ത് കഴിഞ്ഞിട്ടും സൗഖ്യമാകാതെ വരുമ്പോൾ മറ്റു പല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കും. ആളുകൾ അങ്ങനെയല്ലേ? ഇംഗ്ലീഷ് മരുന്ന് ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്തു ചെയ്യും? ഹോമിയോയ്ക്ക് പോകും. ഹോമിയോ മരുന്ന് ഫലിക്കുന്നില്ല എന്ന് തോന്നിയാൽ നമ്മളെവിടെ പോകും? വെരി ഗുഡ്, ആയുർവേദത്തിലോട്ട് പോകും. ആയുർവേദം ഫലിക്കുന്നില്ലെന്ന് തോന്നി അങ്ങോട്ട് പോകും, നാട്ടുവൈദ്യത്തിൽ പോകും. നാട്ടുവൈദ്യം ഫലിക്കുന്നില്ലെന്ന് തോന്നി അങ്ങോട്ട് പോകും, കാട്ടുവൈദ്യത്തിൽ പോകും. കാട്ടുവൈദ്യം ഫലിക്കുന്നില്ലെങ്കിൽ തോന്നിയാൽ എന്തു ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനാ സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങും. കാരണം ഒരിടത്തും പിടിയില്ലാത്ത അവസ്ഥ വരും. ചിലരെന്ത് ചെയ്യുന്നറിയോ? മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കും. മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കിയിട്ട് ഈ മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് കഴിക്കണ്ടെന്നും പറഞ്ഞ് മാറിയിരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്, കാർഡിയോളജിസ്റ്റ്. അദ്ദേഹത്തെ ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഈ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, പക്ഷേ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സാംസൺ ചേട്ടാ, മരിച്ചു കഴിഞ്ഞിട്ട് സൈഡ് എഫക്ട്സ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, മരിച്ചു കഴിഞ്ഞിട്ട് സൈഡ് എഫക്ട്സ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞ മരുന്ന് ചേട്ടൻ കഴിക്ക്, കൃത്യമായിട്ട് കഴിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആ ഗുളിക കഴിക്കുന്നതിൻ്റെ പരിണതഫലമായിട്ട് ശരീരത്തിലുണ്ടാകാവുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ച് ചിന്തിച്ച് പ്രശ്നമായി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മനുഷ്യരിങ്ങനെ മാറി മാറി പോകാനിടയാവുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ തീർച്ചയായും 38 വർഷമായ മനുഷ്യൻ രോഗിയായതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും അവൻ്റെ ശരീരത്തിൽ നടന്നു കാണും. ആദ്യമൊക്കെ ചികിത്സ നടത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ സൗഖ്യമാകും, എല്ലാം നേരെയാകുമെന്നുള്ള ചിന്തയുണ്ടാവും, എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകും എന്നൊക്കെ അവൻ പ്രതീക്ഷിച്ച് കാണും. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മരുന്നും ഫലിക്കാതായപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലും സങ്കടവും നിരാശയും വെറുപ്പും തന്നോട് തന്നെ വിദ്വേഷവും എല്ലാം വന്നു കാണും. എന്നാൽ ഒരു ദിവസം അവൻ ബെഥേസ്ദ കുളത്തെക്കുറിച്ച് കേട്ടു. ഒരു പക്ഷേ അവൻ ചെറുപ്പത്തിൽ തന്നെ ഈ കുളത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ തന്നെ മറ്റു പലരും അവിടെ പോയി സൗഖ്യം പ്രാപിച്ച വിവരങ്ങൾ അവൻ ശ്രവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ രോഗം വന്നപ്പോഴായിരിക്കും അവൻ ചിലപ്പോൾ ബെഥേസ്ദ കുളത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചത്. മറ്റു ചികിത്സകളൊക്കെ ഫലിക്കാതെ വന്നപ്പോഴായിരിക്കും ബെഥേസ്ദ കുളത്തിലേക്ക് പോകാമെന്ന് അവൻ തീരുമാനിച്ചത്. അവൻ തീരുമാനിച്ചു, എനിക്ക് മറ്റൊരു മാർഗവുമില്ല, ഇനി ഈ ബെഥേസ്ദ കുളവും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അവൻ അവിടെ എത്തി. ദൂതൻ കുളം കലക്കുന്നത് കാത്ത് അവിടെ കിടക്കുവാനായിട്ട് തുടങ്ങി. ദൂതൻ കുളം കലക്കുമ്പോൾ എനിക്കതിനാദ്യം ഇറങ്ങണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണം, എനിക്കും ഒരു നല്ല ജീവിതം വേണം, എനിക്കും നല്ലൊരു ഭാവി ഉണ്ടാകണം, ഇങ്ങനെയെല്ലാം അവൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ ജീവിതത്തിലെ ചില കൈപ്പേറിയ സത്യങ്ങൾ അവൻ തിരിച്ചറിയുവാനായിട്ട് തുടങ്ങി. കുളം കലങ്ങുന്നത് കണ്ട് അവൻ ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് മറ്റുള്ളവരെ ചാടി ഇറങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇറക്കിക്കഴിഞ്ഞു.
അവൻ ചുറ്റുമുള്ള പല രോഗികളെയും നോക്കി. അവനൊരു കാര്യം മനസ്സിലായി, അവൻ വന്നതിന് ശേഷം വന്നിട്ടുള്ള പലരും സൗഖ്യം പ്രാപിച്ച് തിരികെ പോകുന്നുണ്ട്. അവൻ വർഷങ്ങളായിട്ട് കിടക്കുമ്പോൾ അവൻ കിടന്നതിന് ശേഷം വന്നിട്ടുള്ള പലരും സൗഖ്യമായി പോകുന്നുണ്ട്. എന്നാൽ അവന് സൗഖ്യത്തിനുള്ള ഒരവസരം അവൻ്റെ ജീവിതത്തിൽ മാത്രം അവന് ലഭിക്കുന്നില്ല. ഈ മനുഷ്യൻ തന്നെ ചെല്ലുമ്പോഴൊക്കെയും വേറെ ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇവന് കരച്ചിൽ വന്നു കാണും, സങ്കടം വന്നു കാണും. ദൈവമേ, എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നതെന്ന് എല്ലാ ചിന്തകളും അവൻ്റെ ഉള്ളിലൂടെ പോയി കാണും. അവൻ്റെ ദുഃഖം പറയാൻ പോലും അവൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. തികച്ചും ഒറ്റപ്പെട്ട്, സങ്കടപ്പെട്ട്, നിരാശനായിട്ട് ബെഥെസ്ദാ കുളത്തിൻ്റെ മണ്ഡപത്തിൽ ആ മനുഷ്യൻ കിടന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകാൻ തുടങ്ങി. ഈ മനുഷ്യൻ രോഗിയായിട്ട് 38 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആ മനുഷ്യൻ തൻ്റെ കിടപ്പ് അവിടെ തുടരുകയാണ്. മറ്റാരുടെയെങ്കിലുമൊക്കെ കരുണ കൊണ്ടായിരിക്കണം അവൻ്റെ അവിടുത്തെ ജീവിതം. അവന് ഭക്ഷണം മറ്റ് രോഗികളുടെ അടുക്കൽ വന്നവരാരെങ്കിലും അവന് നൽകിക്കാണും. ഒരുപക്ഷെ ഈ രോഗാവസ്ഥയിൽ ബെഥെസ്ദാ കുളത്തിൻ്റെ പരിസരം വിട്ട് തിരിച്ചങ്ങ് ചെന്നിട്ടും കാര്യമില്ലെന്ന് അവനറിയാം. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾ നമ്മൾ ഒരു പ്രശ്നത്തിൽ തന്നെ കിടന്നു പോകുമ്പോൾ ആദ്യമുണ്ടായിരുന്ന നമ്മുടെ കരച്ചിലും ആദ്യമുണ്ടായിരുന്ന സങ്കടവും ആ നിരാശയൊക്കെ അങ്ങ് മാറിയിട്ട് ഒന്ന് ഫ്രീസായ അവസ്ഥ വരും നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലായോ? അതുപോലത്തെ ഒരു സ്റ്റേജിലേക്ക് ഇയാളും മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ചിലപ്പോൾ വാവിട്ട് നിലവിളിച്ച് കാണും. പിന്നെ തൻ്റെ പായയിൽ, തൻ്റെ കിടക്കയിൽ രാത്രി മുഴുവൻ കരഞ്ഞു കാണും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കണ്ണുനീര് പോലും കണ്ണിൽ നിന്ന് വരാത്ത അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറിയിട്ടുണ്ടാകും. ഞാൻ ഈ മനുഷ്യൻ്റെ കിടക്കയെക്കുറിച്ച്, അവൻ കിടന്ന ആ പായയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. എത്ര രാത്രിയിൽ അല്ലെങ്കിൽ എത്ര പകലുകളിൽ സങ്കടം കൊണ്ട് കണ്ണുനീര് വീണ കുതിർന്ന പായയായിരിക്കും, അല്ലെങ്കിൽ കിടക്കയായിരിക്കും അവൻ്റേത്. സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ വേദന മുഴുവൻ അവൻ കിടന്ന ആ പായ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കിടക്ക കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ നെടുവീർപ്പുകളെല്ലാം അവൻ കിടന്ന ആ കിടക്കയ്ക്കറിയാം, അല്ലെങ്കിൽ ആ പായയ്ക്കറിയാം. ആ മനുഷ്യൻ പതിയെ വർഷങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇനി ഇങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളത് അവനങ്ങ് അംഗീകരിച്ചു. നല്ല പ്രായം മുഴുവൻ ഇങ്ങനെ നശിച്ചല്ലോ എന്ന് ചിന്തിച്ചു. ഇനി സൗഖ്യം കിട്ടുന്നെങ്കിൽ എന്നെങ്കിലും കിട്ടട്ടെ എന്നവൻ ചിന്തിച്ചിട്ടുണ്ട്. തിരിച്ചു പോകാനും പറ്റില്ല. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും ഇവിടെ തന്നെ ബെഥെസ്ദാ കുളക്കടവിൻ്റെ അടുത്ത് തന്നെ കിടന്ന് മരിക്കാം എന്നവൻ ആലോചിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ യാന്ത്രികമായിട്ട് അവൻ തള്ളിക്കൊണ്ടു പോവുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക്, ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അടുക്കലേക്കാണ് യേശു കർത്താവ് വരുവാനായിട്ട് ഇടയായത്. യഹൂദന്മാരുടെ ഉത്സവത്തിനായിട്ടാണ് യേശു യെരുശലേമിലെത്തിയത്. എന്നാൽ യേശു അന്ന് ബെഥെസ്ദാ കുളത്തിലേക്കാണ് ചെന്നത്. അവിടെ ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. ഭൂരിഭാഗവും രോഗികളും നിരാശ്രയരുമായ മനുഷ്യർ. അവരുടെ കൂടെ നിൽക്കുന്നവരുടെ മുഖത്തും ആ നിരാശ വെളിപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ഈ കാഴ്ചയെല്ലാം കണ്ടു. 6-ാം വാക്യം പറയുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവിടെ അനേക രോഗികളുണ്ടെങ്കിലും ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന ആ മനുഷ്യനെ യേശു കണ്ടു എന്നാണ്. യേശു ദൈവമല്ലേ? മനുഷ്യൻ്റെ വേദനയും പ്രയാസമൊക്കെ മനസ്സിലാകുമോ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാൾ അധികം നിങ്ങളുടെ വേദന യേശുവിന് മനസ്സിലാവും. നിങ്ങളുടെ കണ്ണുനീര് യേശു കാണും. നിങ്ങളുടെ നിരാശ യേശുവിനറിയാം. നിങ്ങളുടെ സങ്കടം യേശുവിനറിയാം. നിങ്ങളുടെ നെടുവീർപ്പുകൾ യേശുവിനറിയാം. ആ ആൾക്കൂട്ടത്തിനിടയിൽ യേശു അവനെ കണ്ടു. അവൻ്റെ അടുക്കൽ ചെന്നു. ഈ രോഗിയായ ആർക്കും വേണ്ടാത്ത മനുഷ്യനെ അന്വേഷിക്കുവാനായിട്ട്, ക്ഷേമം ചോദിച്ചു വരാൻ ആരും വന്നിട്ടില്ല. എന്നാൽ യേശു അവൻ്റെ അടുക്കൽ അവനെ തേടി വന്നു. 100 ആടുകളുള്ള ഒരു ഇടയന് ഒരാട് നഷ്ടപ്പെട്ടു. 99 അവിടെ വിട്ടിട്ട് കാണാതെ പോയ ഒരു ആടിനെ തേടി ആ ഇടയൻ നടന്നു. ഒത്തിരി അന്വേഷിച്ച് അതിനെ കണ്ടുകിട്ടിയപ്പോൾ സന്തോഷത്തോടെ അതിനെ ചുമലിലേറ്റി കൊണ്ടുവന്ന് സന്തോഷത്തിൽ ആ ഇടയൻ വിരുന്ന് കഴിച്ചു. യേശു പറഞ്ഞ ഈ കഥയിലൂടെ യേശു വെളിപ്പെടുത്തിയത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ യേശു കർത്താവിൻ്റെ സ്പർശനം നമ്മൾ അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിവിടെ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നോ? പ്രിയപ്പെട്ടവരെ,
ഈ യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമായിരുന്നു? ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും അവനെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ ആരുമില്ലായിരുന്നു. അവനെ സ്നേഹിപ്പാനും ആരുമില്ലായിരുന്നു. അവനോട് കരുണയോടെ ആശ്വാസത്തിൻ്റെ വാക്ക് പറയുവാൻ കേട്ടിട്ട് അവൻ നാളുകളായി കാണും. എന്നാൽ യേശു ഒരു കാര്യം മനസ്സിലാക്കി. ഇവൻ കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. യേശു അവൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ കണ്ണുകളിലോട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആർ യു വില്ലിംഗ് ടു ബി സേവ്ഡ്? എനിക്ക് രക്ഷിപ്പാൻ ഇഷ്ടമുണ്ട്, നിനക്കതിനുള്ള മനസ്സുണ്ടോ? തൻ്റെ അടുക്കൽ സംസാരിക്കുന്ന വ്യക്തിയെ ഈ മനുഷ്യന് മനസ്സിലായില്ല. പക്ഷെ ആർക്കും വേണ്ടാത്ത തന്നോട് ഇത്രയും കരുണയിൽ, സ്നേഹത്തിൽ സംസാരിക്കുന്നവൻ ആരാണെന്ന് അവൻ നോക്കി. യേശുവിൻ്റെ കണ്ണുകളിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഈ മനുഷ്യൻ കണ്ടു. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ, ശാരോനിൽ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി, പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റ ശാരോനിൽ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി, പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞത്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നായിരുന്നു. അവന് സൗഖ്യം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ അവൻ്റേതായ പദ്ധതികളുണ്ടായിരുന്നു. പലർക്കും ഇതുപോലെയാണ്. ഇത്ര പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും, ഇന്ന സ്ഥലത്ത് പോയാൽ രക്ഷ കിട്ടും, കാണിക്ക അർപ്പിച്ചാൽ രക്ഷ കിട്ടും, നേർച്ച നേർന്നാൽ രക്ഷ കിട്ടും, നല്ല പ്രവർത്തികൾ ചെയ്താൽ രക്ഷ കിട്ടും, മതത്തിലൂടെ രക്ഷ കിട്ടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിപ്പാൻ രക്ഷകൻ പറഞ്ഞത് കേൾക്കണം. ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് യേശു കർത്താവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 5:8-9 പറയുന്നു, യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. യേശുവിൻ്റെ ഒറ്റ ഒരു വാക്കിന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്നു. യേശു അവനോട് പറഞ്ഞത്, നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ഇത്രയും നാൾ ഈ കിടക്ക നിന്നെ താങ്ങി, നിന്റെ വേദനകളിൽ നീ ഒഴുക്കിയ കണ്ണുനീരെല്ലാം ആ കിടക്കയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ആ പായയ്ക്ക് അറിയാം. ഇപ്പോൾ ആ കിടക്ക അല്ലെങ്കിൽ ആ പായ നീ എടുത്ത് നടക്കുക. യേശുവിൻ്റെ വാക്ക് ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറി. അവനിൽ വിശ്വാസം വ്യാപരിച്ചു. യേശു ആരെന്നവൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ വാക്ക് അവൻ അനുസരിച്ചപ്പോൾ അവൻ്റെ തളർന്ന കൈയും അവൻ്റെ കാലും ബലം പ്രാപിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. വളരെ പ്രയാസപ്പെട്ട് നടന്ന അവൻ്റെ ശരീരത്തിലേക്ക് ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എന്താണ് യേശുവിൻ്റെ വാക്കുകളുടെ പ്രത്യേകത? മനുഷ്യരുടെ പലരുടെ വാക്കുകൾ കേൾക്കുന്നതാണ്, മനുഷ്യർ പലരുടെയും വാക്കുകൾ കേൾക്കുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത എന്താ? അത് ദൈവത്തിൻ്റെ വചനമാണ് ആ വായിൽ നിന്ന് വരുന്നത്. അവൻ തന്നെ ദൈവമായിരിക്കെ ആ ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വചനം അത് ചൈതന്യമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും
പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപെടും വരുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാക്കുന്നതാണ്. അത് സൃഷ്ടിപരമായിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശുവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, അത് ജീവൻ നൽകുന്നതാണ്. അത് മരുഭൂമിയെ അത് മലർവാടി ആക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നമുക്കതിൻ്റെ ഒരു വീഡിയോ കാണാം. After this, Jesus went to Jerusalem for a religious festival. Near the sheep gate in Jerusalem there is a pool with 5 porches. In Hebrew it is called Besatha. A large crowd of sick people were lying on the porches. The blind, the lame, and the paralyzed. A man was there who had been sick for 38 years. Jesus saw him lying there, and he knew that the man had been sick for such a long time. Do you want to get well? Sir, I don't have anyone here to put me in the pool when the water is stirred up. While I'm trying to get in, somebody else gets there first. Get up. Pick up your mat and walk. Immediately, the man got well. He picked up his mat and started walking. The day this happened was a Sabbath. ഹല്ലേലൂയ. യേശു പറഞ്ഞത് അവൻ അനുസരിച്ച് കിടക്കിയെടുത്തു. ഉടനെ അവൻ സൗഖ്യമായി. 38 വർഷം രോഗിയായി നടന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ വിടുതൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാക്കി അവൻ മാറ്റി. എന്നാൽ അത് മറ്റു ചിലർക്കത് പിറുവിറുപ്പിനിടയാക്കി മാറ്റി. കാരണം അന്ന് ശബത്തായിരുന്നു. ആരാധിപ്പാനും വിശ്രമിക്കുവാനും ദൈവം യഹൂദന്മാർക്ക് നൽകിയ ശബത്തിനെ യഹൂദന്മാരത് വളച്ചൊടിച്ച് നിയമങ്ങളുടെ ഒരു ദിവസമാക്കി തീർത്തു. അത് സന്തോഷത്തിൻ്റെ ദിവസത്തിന് പകരം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ദിവസമാക്കി മാറ്റിയത്. ദൈവത്തിൻ്റെ ശബത്ത് ഞങ്ങൾ ഒട്ടും തെറ്റിക്കാതെ ഒരു ജോലിയും ചെയ്യാതെ ശ്രദ്ധിക്കുകയാണെന്ന് അഹങ്കാരത്തോടെ നിൽക്കുന്ന യഹൂദന്മാരൊരു കാഴ്ച കണ്ടു. യോഹന്നാൻ 5:10. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു.
ആഴ്ചയുടെ 7-ാം ദിവസമായ ശബത്തിൽ വിശ്രമിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദൈവം പറഞ്ഞതിനേക്കാൾ മനോഹരമായിട്ട് ശബത്ത് ആചരിക്കുകയായിരുന്നു എന്നാണ് ഇവർ ചിന്തിച്ചത്. ആ സമയത്ത് അവർ കാണുന്നു, ഒരുത്തൻ കിടക്കയെടുത്ത് നടന്നു വരുന്നു. ശബത്തിൽ ഒരുത്തൻ ജോലി ചെയ്യുന്നു. ഇവനെ പിടിക്കണമെന്ന് വിചാരിച്ച യഹൂദന്മാർ അവനെ വളഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ. 38 വർഷമായിട്ട് രോഗിയായിട്ട് കിടന്ന ഒരുത്തൻ ആരോഗ്യത്തോടെ നടക്കുന്നത് കാണുമ്പോൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായി എന്ന് കാണുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം വിമർശിക്കാനായിട്ട് അവൻ്റെ ചുറ്റും കൂടി വന്നിരിക്കുന്നു. ഇതുപോലെയല്ലേ ഒരുത്തൻ എന്നെ കാണിച്ച് നടന്നാലും തോന്നിവാസം ജീവിച്ചാലൊന്നും ആരും ശ്രദ്ധിക്കില്ല, ആർക്കും പ്രശ്നമില്ല. നിരാശയിലും ദുഃഖത്തിലും തളർന്നു കിടന്നാലൊന്നും ആർക്കും പ്രോബ്ലമില്ല. എന്നാൽ യേശുവിനെ അവൻ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ദൈവവചനം അനുസരിച്ച് അവൻ പ്രാർത്ഥനക്കാരുടെ കൂട്ടത്തിൽ പോകുവാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നമാകുവാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പിന്നെ അവനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ കൊടുത്ത മറുപടി അടിപൊളിയാണ്. യോഹന്നാൻ 5:11 അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? ആരോട് ചോദിച്ചിട്ടാ സ്നാനപ്പെട്ടത്? ആരോട് ചോദിച്ചിട്ടാ ഈ അഡ്രസ് ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ കൈകൊട്ടി പാടാനായിട്ട് എന്നാ ബഹളക്കാരെ ഇവരുടെ കൂടെ പോയത്? എന്തിനു വേണ്ടിയാ? എന്തിനാ ഈ നാണം കെട്ട സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിങ്ങളൊരു വിശ്വാസിയാകുമ്പോൾ, നിങ്ങളൊരു ദൈവ പൈതലാകുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലതാണ്. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെ പാപത്തിൽ നിന്ന്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച് ദൈവമക്കളാക്കി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ച നമ്മുടെ കർത്താവ് എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുവാനായിട്ട് സാധിക്കുമോ? യോഹന്നാൻ 5:12-16 വരെ പറയുന്നു, അവർ അവനോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരമുണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ ശബത്തിൽ കിടക്കയെടുത്ത് നടക്കാൻ ആ മനുഷ്യന് ധൈര്യം കിട്ടുവാനുള്ള കാരണം സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദ്യം വന്നു, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? ആരാണ് നിന്നോട് പായെടുത്ത് നടക്കാൻ പറഞ്ഞത്? ആ മനുഷ്യൻ ചുറ്റും നോക്കി, അവന് യേശുവിനെ അറിയില്ലായിരുന്നു. അവിടെ നിറയെ പുരുഷാരമുള്ളത് കൊണ്ട് അതിനിടയിൽ നിന്ന് യേശുവിനെ കണ്ടുപിടിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. അതിനിടയിൽ നിന്ന് യേശു മാറിക്കളഞ്ഞതായിരുന്നു. എന്നാൽ അവൻ സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് മാത്രം ആയില്ല എന്ന് യേശുവിനറിയാം. അവന് ശാരീരികമായ സൗഖ്യം ലഭിച്ചതുകൊണ്ട് അവന് ഈ ഭൂമിയിൽ നല്ലതാണ്. അവനിനി ജോലി ചെയ്യാം, അവന് പണമുണ്ടാക്കാം, ഒരു കുടുംബമുണ്ടാക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാൽ ഒരു ശാരീരിക വിടുതൽ മാത്രം കൊണ്ട് ആ മനുഷ്യന് നിത്യമായൊരു രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ മറ്റൊരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണ് തുറന്നു. ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുക. അതിനുശേഷം ഞാൻ കേരളത്തിൽ വന്ന് ഒരു മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആളുകളെ വിളിച്ചപ്പോൾ അന്ന് ആ കണ്ണ് തുറന്ന ചെറുപ്പക്കാരനും അവൻ്റെ അമ്മയും കൂടി എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ആ സ്റ്റേജിൽ വെച്ച് ബ്രദറും ഉണ്ടായിരുന്ന ആ സ്റ്റേജിൽ വെച്ചാണ് എൻ്റെ മകൻ കണ്ണ് തുറന്നത്. പക്ഷെ അവൻ ഇതുവരെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ദൈവനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൗഖ്യമായതുകൊണ്ട് സ്വർഗം അവകാശമാക്കാൻ പറ്റില്ല കേട്ടോ. സൗഖ്യം വേണം, വിടുതൽ വേണം. പക്ഷെ സൗഖ്യമായിട്ടും നരകത്തിലേക്ക് പോകാം യേശു രക്ഷിതാവും കർത്താവും അല്ലെങ്കിൽ. അതാരും മറക്കുവാനായിട്ട് ഇടവരുത്. ഇന്ന് അനേകർ യേശുവിൻ്റെ അടുക്കൽ വരാറുണ്ട്,
അവർക്ക് രോഗസൗഖ്യം വേണം, കടഭാരം മാറണം, കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിയണം, മക്കളുണ്ടാകണം, സാമ്പത്തിക അനുഗ്രഹം വേണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ നടക്കും, വിടുതൽ നടക്കും, രോഗം സൗഖ്യമാകും. എന്നാൽ ഇതൊന്നും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മതിയാകില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് നല്ല ബോധ്യമുണ്ടാകണം. ഒരു വ്യക്തി നിത്യമായ രക്ഷ പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തി യേശുവിനെ വ്യക്തിപരമായിട്ട് യേശുവും കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കണം, മാനസാന്തരപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം. 14-ാം വാക്യത്തിൽ കാണാം, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ്റെ അടുക്കൽ യേശു വീണ്ടും ചെല്ലുന്നു. ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്താണ് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വ്യക്തിയുടെ ജീവിതത്തിൽ 38 വർഷം രോഗിയായി കിടന്നതിനേക്കാൾ വലിയ തിന്മ എന്താ അവൻ്റെ ജീവിതത്തിലുള്ളത്? അതിലും വലിയ തിന്മ എന്താ? വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്ന വസ്തുതയാണ് സ്വർഗവും നരകവും. ഒരു വ്യക്തിയുടെ മരണശേഷം അവൻ ഒന്നുകിൽ സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. രണ്ടും നിത്യമാണ്. ഒന്ന് നിത്യമായ സന്തോഷമെങ്കിൽ നരകം നിത്യമായ വേദനയാണ്, കണ്ണുനീരാണ്, കരച്ചിലാണ്, പല്ലുകടിയാണ്. ആ നരകവുമായി തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ ബാക്കിയുള്ള തിന്മയൊന്നും ഒന്നും അല്ലാതായിത്തീരും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, നിന്നെ എന്നാത്തിനാ ഇതിൻ്റെ അകത്തോട്ട് കയറ്റണ്ടേ എന്ന് ചോദിച്ചാൽ എന്തോന്ന് മറുപടി പറയും? എന്ത് മറുപടി പറയും? എന്ത് മറുപടി പറയാനുള്ള ഉറപ്പെന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ട്. കർത്താവേ, എൻ്റെ പാപത്തിന് പകരമായിട്ട് കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അത് പ്രകാരം അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ അവകാശം എനിക്കുണ്ടെന്ന് ചങ്കൂറ്റത്തോട് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഇന്ന് മരിച്ചാൽ ഞാൻ നിത്യതയിൽ സ്വർഗത്തിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അല്ല, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ ആ കർത്താവിനോട് കൂടി എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ള എത്ര പേരുമുണ്ട്? കരങ്ങളുയർത്തിയ കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കിയിരിക്കണം. ലോകത്തിലെ മറ്റൊന്നും മനുഷ്യൻ്റെ ആത്മാവിനെ വിടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ, നിത്യമായ നരകത്തിലേക്ക് പോവാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. എന്താണ് പാപം? പലപ്പോഴും നാമൊക്കെ പാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ലിസ്റ്റുണ്ട്. കുലപാതകം, മോഷണം, വ്യഭിചാരം, ഇങ്ങനെ കുറേ ലിസ്റ്റുണ്ട് നമ്മുടെ മനസ്സിൽ പാപം എന്ന് പറഞ്ഞാൽ. പക്ഷെ പാപം എന്നതിൻ്റെ ഗ്രീക്ക് പദം ഹമാർത്തിയ എന്നാണ്. പണ്ട് ഒളിമ്പിക് മത്സരം നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബോർഡിൽ ഈ ബുൾസൈൽ സെൻട്രലിൽ വന്ന് അമ്പെയ്ത്തുകാരുടെ അമ്പ് വന്ന് കൊള്ളണം. ആ അമ്പ് ഈ ബുൾസൈൽ വന്ന് കൊണ്ടില്ലെങ്കിൽ, ഈ മാറിപ്പോയാൽ റഫറി വിളിച്ചു പറയുന്ന പദമാണ് ഹമാർത്തിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും ആര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അവർ പാപികളാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ പാപികളാണ്. ഇതുപോലെ ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, ഇനി നിൻ്റെ പാപ വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാനായിട്ട് ആരംഭിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനൊരു ജീവിതം ആരംഭിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് തന്നോട് സംസാരിക്കുന്ന വ്യക്തി ആരെന്ന് വ്യക്തമായി മനസ്സിലായി. യേശു എന്ന രക്ഷകനാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. പിന്നെ അവൻ തന്നോട് ചോദിച്ചവരോടെല്ലാം പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ വിടുവിച്ചു. അവൻ സാക്ഷ്യം പറയുവാനായിട്ട് ആരംഭിച്ചു. 38 വർഷം ഒരു മനുഷ്യനും അവന് പോലും പ്രയോജനമില്ലാതെ ഈ മനുഷ്യൻ രോഗിയായിട്ട് ജീവിച്ചു. എന്നാൽ ദൈവത്തിന് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ ജോബി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, നിങ്ങൾ വാടിപ്പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ഓരോ ദിവസവും നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. നിങ്ങളത് മുറുകെ പിടിക്കണം. ആ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് പറയുന്നവനായി ദൈവം മാറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെയും കർത്താവിന് സമർപ്പിക്കുമോ? എൻ്റെ കർത്താവേ, എനിക്ക് തന്ന വിടുതലിനായിട്ട് നന്ദി എന്ന് പറയുവാൻ സാധിക്കുമോ? എൻ്റെ കർത്താവേ, നീ എന്നെ രക്ഷിച്ച് എൻ്റെ പേര് കൂടി നീ ചേർത്തതിനെ ഓർത്ത് കർത്താവേ നന്ദി എന്നൊന്ന് പറയാവോ? പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവേ, ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തതല്ല, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണെന്നൊന്ന് പറഞ്ഞേ. നമുക്ക് ആ കർത്താവിനെ ഒരിക്കൽ കൂടി പാടി സ്തുതിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷാകൻ താങ്ങും തണലുമായി. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. മഹിമയിൽ ഞാൻ കിരീടം ചൂടി, അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുവേ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദര
ഹല്ലേലൂയ. Please be seated.